ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ അടുത്തത് പൊട്ടിക്കാൻ പോകട്ടോ. അതെ, ഇന്ന് ചേച്ചി അയച്ച വേറൊരെണ്ണം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഇതിൻ്റെ കൂട്ടം നിൽക്കും ഷാള് പോലെ. ടർക്കി കറക്കിയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് 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 അതോ നല്ല അടിപൊളി ടർക്കിയാണല്ലോ എൻ്റെ പൊന്നെ. കള്ള നല്ല ടർക്കി, നല്ല ഭംഗിയുള്ള അതെ കള്ളാട്ടം. തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നൂലൊന്നും അധികം പൊങ്ങുന്ന ടൈപ്പല്ല. അപ്പോൾ കൊള്ളാം, സൂപ്പർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ സൺഡേ സാധാരണ പള്ളിപ്പോക്കൊക്കെ ആണല്ലോ. പക്ഷെ ഇപ്പോൾ നമുക്ക് അങ്ങനെ പള്ളി പോകാനുള്ള സമയമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസവും പോയില്ല. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച പോകാന്നുള്ള പ്ലാനിലൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമാണ്. അത് അപ്പം പറയട്ടെ എന്താണെന്നുള്ളതൊക്കെ നേരം പറയാം. രാവിലെ അമ്മ എന്തൊക്കെയാ എന്താ കഴിച്ചത്? രാവിലെ ചായ കുടിച്ചു, മധുരക്കിഴങ്ങ് തന്നു. അത് നമുക്ക് ചായയും മധുരക്കിഴങ്ങും കേട്ടോ രാവിലെ. പിന്നെ പുട്ടുണ്ടാക്കിയായിരുന്നു. പുട്ട് ഞങ്ങൾ പിന്നെ കഴിച്ചില്ല. ലിതിമോൾക്ക് പുട്ട് ഒക്കെ കഴിച്ച് എടുത്തിരിക്കുക. അപ്പോൾ ലിതിമോൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇതും നമ്മുടെ ചേച്ചി അയച്ചു തന്നതാണ് കേട്ടോ. നോക്കാം, കുഞ്ഞുടുപ്പൊക്കെയാന്ന് തോന്നുന്നു. അമ്പോ അതെ, ഇത് നോക്കിയേ കുഞ്ഞുടുപ്പ് നോക്കി. അടിപൊളി, കൊള്ളാം, അത് കൊള്ളാം, ഇഷ്ടപ്പെട്ടിരിക്കും. അമ്പോ പൊന്നോ, ഇതൊക്കെ ഇട്ട് തലക്ക് കാലം ചേച്ചി കൊച്ചിന് ഇട്ട് തന്നത് കണ്ടാ? നല്ല ക്യൂട്ടായിട്ടുള്ള ഉടുപ്പ് കണ്ടുപോവേ. നല്ല കളർ കേട്ടോ. താങ്ക് യു പറയണം കുഞ്ഞാവാട്ടാ. ചേച്ചിക്ക് താങ്ക് യു പറയണം കുഞ്ഞുമാവ. കുഞ്ഞാവയ്ക്കാണ് ഉടുപ്പ്. ഇനിയുണ്ട്. കളറ് ഞാൻ ഇവിടെ ആയിട്ടിടാല്ലേ? അത് കൊള്ളാക്കിട്ട് അത് നല്ല ഭംഗിയുണ്ടല്ലേ ചെടിയേ. വാവേ, വാവയ്ക്ക് ഉടുപ്പ് കണ്ടോടി. പാവയുടെ ഉടുപ്പാണ് കേട്ടോ. രണ്ട് ഉടുപ്പ് ചേച്ചി കുറേ ഗിഫ്റ്റ് നമുക്ക് ഈയിടെ അയച്ചിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ആൻസി ചേച്ചി. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. ചെറിയ ജലദോഷം, ലിതിയമ്മയ്ക്കും കൊച്ചിനും ജലദോഷം. ലിതിയമ്മയ്ക്ക് ആദ്യം വന്നു. ലിതിയമ്മയുടെ ജലദോഷം ഉള്ളതുകൊണ്ട് കൊച്ചിനും വന്നു. അപ്പോൾ രണ്ടുപേരും ഇന്ന് ആശുപത്രി കാണിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വീഡിയോ എടുത്ത ശേഷം, രാവിലെ അല്ല ഒരു ഉച്ചയോടുകൂടി നമ്മൾ വീഡിയോ എടുത്ത ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം എന്താണ്, ഞങ്ങൾ കിടന്നുറങ്ങി. അതെ, ഒരു 2:30 തൊട്ട് 5:00 വരെ ഞങ്ങൾ കിടന്നുറങ്ങി. കിടന്നുറങ്ങാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 പേർക്കും ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. എനിക്കൊരു 10 മണി തൊട്ട് ഒരു 2:30 3 മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി വരുന്നത്. 2:30 3 മണി തൊട്ട് 5:30 വരെ ലിതിമോളുടെ ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് 5:30 തൊട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് 7 8 മണി വരെ ലിതിമോൾ എണീക്കുന്നവരെ അമ്മച്ചിയുടെ ഡ്യൂട്ടിയാണ്. എണീക്കുന്നവരെ എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കൊച്ചിന് ഫീഡ് ചെയ്യണം. അപ്പം നമ്മൾ ഇരിക്കുന്ന ആൾ എണീപ്പിച്ച് ഫീഡ് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ കൊച്ചിനെ കിടത്തും എടുത്ത് തന്നാൽ ഞങ്ങൾക്ക് ഒരാൾ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കും കുറച്ച് നേരം എടുത്ത്. ആൾ നല്ല ഉറക്കമായ മാത്രമാണ് അടുത്ത് കിടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത് ഉറക്കണം. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആൾ രാത്രി നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ പകലാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ദിവസം തോറും നമ്മുടെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി ആൾ കിടന്നുറങ്ങുന്നുണ്ട്, പകൽ നല്ല ആക്റ്റീവായിട്ട് എണീറ്റിരിക്കും. അപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ 2-3 ദിവസമായിട്ട് കുറച്ച് കൊച്ചിന് ജലദോഷം ഉണ്ടായിരുന്നു. ഒന്ന് ക്ലൈമറ്റൊക്കെ അങ്ങ് മാറുന്നുണ്ട്, മഴ പെയ്തായിരുന്നേ. അപ്പോൾ ലിതിമോക്ക് അങ്ങ് ജലദോഷം പിടിച്ചു. അപ്പോൾ ലിതിമോക്ക് ജലദോഷം പിടിച്ചപ്പോൾ എന്ത് ചെയ്തു, വാവയ്ക്കുമായി. അപ്പോൾ അതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഡ്യൂട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളിപ്പോൾ ഉറക്കം ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഉറങ്ങുന്നു. പിന്നെ എനിക്കിന്ന് ഞാൻ ലീവ് ആയതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങിയതാണ്. പിന്നെ അധികം എനിക്ക് ഉറക്കം ഇപ്പോൾ കുറവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഉറക്കമില്ലാത്ത രാത്രി. പക്ഷെ ഉറക്കമില്ല എന്നല്ല, ഞാൻ ഉറങ്ങേണ്ട ടൈമിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല.
രാവിലെ ഈ ഡ്യൂട്ടി മാറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സമയം കിട്ടുന്നുണ്ട്. പിന്നെ ലിതിമോളുടെ കാര്യമാണേലും അവൾക്ക് നമ്മളിപ്പോൾ ഉറങ്ങിയിട്ട് അവളെ മാത്രം കൊച്ചിനെ നോക്കാൻ എണീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീക്കുമ്പോൾ അവളുടെ ഉറക്കം പോകും. അപ്പോൾ അവൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, ഡിപ്രഷനും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതലും ഞാൻ ഫീഡ് ചെയ്യേണ്ട ടൈമിൽ ആൾ എണീക്കുമ്പോൾ ലിതിമോളെ വിളിച്ച് ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ലിതിമോൾ കിടക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, പിന്നെ ആൾക്ക് കിടക്കാൻ ഭയങ്കര മടി കേട്ടോ. ആൾക്ക് മീൻസ് ലിതിമോക്ക്, കൊച്ചിനല്ല, ലിതിമോക്ക് എപ്പോഴും പിടച്ച് ജോലി ചെയ്ത് നടന്നതുകൊണ്ട് ഇപ്പൊ കിടക്കണം. കാരണം നടുവേദനയൊക്കെ മാറിയ ടൈമിൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ഇവിടെയൊക്കെ ചെറിയൊരു വേദനയുണ്ട്. അതെ, തോളിനൊക്കെ വേദനയുണ്ട് ചെറുതായിട്ട്. നമ്മള് കുളിക്കാനുള്ള സംഭവങ്ങളൊക്കെ കുളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ചിലപ്പോൾ കിടക്കാം, അധികം നേരം ഇരുന്നതിന്റെ പ്രശ്നമായിരിക്കും. ഇവിടെ അല്ല, ഹോസ്പിറ്റലായിരുന്ന സമയത്ത് നമ്മള് അവിടെ കുറച്ചു നേരം കിടക്കും, പിന്നെ എഴുന്നേറ്റ് നടക്കും. ഐസിയുലാകുമ്പോഴേ അങ്ങനെ 2-3 ദിവസം അങ്ങനെ പോയല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞങ്ങള് ഈ ഒരു മാസം, അടുത്ത മാസത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും എറണാകുളം പോകാന്ന് വിചാരിച്ചു. എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ഈ മാസം അവസാനം. അപ്പോൾ അവിടെ ജോലിക്ക് കയറാൻ വീട്ടിൽ നിന്നുള്ള വർക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ മടുപ്പായി തുടങ്ങിയിട്ട് എനിക്ക്. അപ്പം നമുക്കൊരു ചേഞ്ച് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ എറണാകുളത്ത് എവിടെ നിന്ന് ജോലിക്ക് കയറാം എന്ന് വിചാരിച്ചു. അപ്പോൾ ലിതിമോള് പോകാറാകുമ്പോഴത്തേക്കും അവിടേക്ക് പോകുന്ന വെച്ചാൽ അവരുടെ വീട്ടിലേക്ക് പോകുന്നില്ല. കാരണം നമുക്ക് അവിടെ ആണെങ്കിലും നിൽക്കാനുള്ള അധികം സൗകര്യങ്ങളില്ല. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും വീടോ അങ്ങനെ എന്തെങ്കിലും നോക്കാം. അപ്പം അമ്മച്ചീനെയും കൊണ്ടുപോകാമല്ലോ. പിന്നെ ലിതിക്കാണെങ്കിലും ഇടയ്ക്ക് വരാം. അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വീടിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരും ഉണ്ട് അടുത്ത്. അതുകൊണ്ട് വരുവും പോകും, കൊച്ചിനെയും കൊണ്ട് അധികം ദൂരം വരുവും പോവുകയും ചെയ്യണ്ടല്ലോ. കുറേ നല്ല നമ്മുടെ അടുത്ത് വന്ന് നിൽക്കാനാണേലും അതൊക്കെ ആണെങ്കിലും എനിക്കും ഒരു കൂട്ടാവും, അമ്മയ്ക്കും കൂട്ടാവും. അമ്മ ചിലപ്പോഴെങ്കിലും ഈ മാസം വരത്തുള്ളൂ. അല്ല, ഈ മാസം വരത്തുള്ളൂ എന്നല്ല, ഈ മാസം വരും. പിന്നെ ജോലി ഉള്ളതുകൊണ്ട് മഴയൊക്കെ ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിയുടെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങളിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അമ്മ അവിടെ കുറേ തിരക്കിട്ട പണിയിലാണ്. അതെ, ആ പണി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, വഴിയെ കാണിക്കാം. ഇവിടെ ഇപ്പം എനിക്ക് അങ്ങോട്ട് പോകണം. എനിക്ക് ആദ്യം ഒരു വിളി വരാൻ പറഞ്ഞിട്ട്. പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം? പറ. വേറെ എന്താ വിശേഷം? അങ്ങനെ പോകുന്നു. പകല് നല്ല ചൂടും രാത്രി ചെറിയ നേരിയ തണുപ്പും. ഇപ്പൊ ചൂട് രാത്രി നല്ലൊരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു തണുപ്പ് വരും. അതിന്റെ ഒരു ക്ലൈമറ്റിന്റെ പ്രശ്നം നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോ ഇവിടുത്തെ കാലാവസ്ഥ ശരിക്കും പറ്റുന്നില്ല. തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ സമയം കൊണ്ട് നല്ല ചൂട്. ഈ സമയം നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷെ ഡിസംബർ മാസമൊക്കെ വന്ന് നിന്നായിരുന്നു എന്റെ പൊന്നെ. ഒരു ദിവസം പോലും ഞാൻ ആശുപത്രി പോകത്തില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കിന്റെ തണുപ്പ് കൂടുമ്പോ വൊമിറ്റ് ചെയ്യാൻ വരുവാണോ, തലവേദനയാണോ, എന്തൊക്കെ ഭയങ്കര പ്രശ്നമാണ്. തണുപ്പിന് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മള് വന്നിട്ടായിരിക്കും ചിലപ്പോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അതെ. ഞാൻ ഈ കാലാവസ്ഥ നിന്നിട്ടും എനിക്ക് ഈ പ്രശ്നം. അപ്പോൾ പിന്നെ വരുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കും ഇടുക്കി, പക്ഷെ ഇടുക്കി മറ്റു ജില്ലകളെ സംബന്ധിച്ച് നല്ല അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് ജീവിക്കാൻ. ഒരു ഉറുമ്പ് പോലും ഇറങ്ങാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് കിടക്കും. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? പെട്ടെന്ന് നമുക്ക് ഒരു ആശുപത്രി പോകാൻ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവര് ഭയങ്കരമായിട്ട് പാടുപെടും. ചിലപ്പോഴൊക്കെ ഓട്ടോക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം കഴിഞ്ഞ് അവരെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കോൾ ചെയ്തിട്ട് തിരിച്ചു വിളിച്ചില്ല ഒരാളെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാവ വിളിച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് കൊച്ചിന് ചെറിയ കുറുകളുണ്ടായിരുന്നു. അപ്പൊ അവള് ഫീഡ് ചെയ്യുമ്പോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പേടി പെട്ടെന്ന്. അതുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ രീതിയുടെ മുന്നിൽ കയറി പറഞ്ഞു. അപ്പൊ ഫീഡ് ചെയ്തപ്പോ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. ഇപ്പൊ നമുക്ക് പീഡിയാട്രീഷ്യൻ ഉള്ള ഒരു ഹോസ്പിറ്റലുണ്ട് രാജക്കാട്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് നേരത്തെ കാണിച്ചത്. അപ്പൊ അന്ന് അവിടെ കൊണ്ടുവന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് വാവ ഒരു 3 പ്രാവശ്യം വിളിച്ചെന്നു. അതുപോലെ ഒരു ഡ്രൈവറിന്റെ ഓട്ടോക്കാരന്റെ എടുത്തിട്ട് 3 പ്രാവശ്യം വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചു. പക്ഷെ അവര് ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന ആ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയേക്കാം. പക്ഷെ ഇൻകേസ് നമ്മളൊരു ഓട്ടോക്കാരെ വിളിക്കുമ്പോ ആരാണെങ്കിലും അവരൊരു തിരിച്ചു ചോദിക്കാം. ഫോൺ സൈലന്റ് ആയിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ പിറ്റേ ദിവസം രാവിലെ എന്തായിരുന്നു വിളിച്ചത്, അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയോ എന്നിട്ട് മനുഷ്യത്വം എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇല്ലാതെ പോയി എന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് സെക്കൻഡുകൾ മതിയായിരിക്കും. നമ്മുടെ കാര്യമെല്ലാം. പിന്നെ എല്ലാരും അങ്ങനെയാന്നല്ലോ കേട്ടോ. ഞങ്ങളുടെ ഒരു ബ്രദർ ഉണ്ട്, ചേട്ടനെ ഒരു കോഡ് വിളിച്ചതേ ആള് അപ്പൊ തന്നെ വിളിച്ച്. ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തബന്ധം തന്നെയാണ്. എന്റെ അച്ഛന്റെ
പെങ്ങടെ മകൻ മകന്റെ മകനാണ്. അപ്പൊ അച്ഛന്റെ അനിയന്റെ മകൻ അനിയന്റെ മകൻ എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത്രയും ബന്ധമുള്ളതാണ്. കാളന്റെ കൂടെ ഞങ്ങൾ വിളിച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ആള് വേഗം മോൻ കഴിയിട്ടോ എങ്ങനെയാണോ വേഗം വന്ന് ആ ഹോസ്പിറ്റലിൽ പോയി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ പേടിക്കാനൊന്നുമില്ല. കൊച്ചു ചെസ്റ്റൊക്കെ ക്ലിയർ ആയിരുന്നു. പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചു കേട്ടോ, നമ്മൾ ആദ്യം വിളിച്ച ഓട്ടോക്കാരൻ ഒന്ന് ജസ്റ്റ് വിളിച്ചിട്ട് അല്ലെ പിറ്റേ ദിവസം രാവിലെ കോള് കാണുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു വിളിച്ചത്. മനുഷ്യത്വം ശരിക്കും അവിടെ ഇല്ല എന്നുള്ളത് ആ ഒരു വ്യക്തിയിൽ നിന്നല്ല, മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോണിലൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാരോ അല്ലെങ്കിൽ വണ്ടി ബസ്സിൽ അല്ലെങ്കിൽ അല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ കുറച്ച് സമയങ്ങളിൽ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടും സത്യം പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ എത്രയും വേഗം എത്തിക്കേണ്ടോടത്ത് എത്തിക്കുക. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ഏറ്റവും കൂടുതലാണ്. ഇവിടെ ഒന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും വണ്ടി, പക്ഷെ ഇവിടങ്ങളിലൊന്നും അധികം വണ്ടിയുള്ള ആൾക്കാരൊന്നും ഇല്ല. പക്ഷെ അന്നേരം നമ്മളൊന്ന് വിളിക്കുമ്പോൾ എന്താണ് കാര്യം, ഇപ്പൊ അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ ആ ഒരു മനസാക്ഷി ആ ഒരു കാര്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക്. അതുകൊണ്ട് എനിക്ക് അത് ആ ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടം എനിക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. എത്രയും വേഗം പോയാൽ മതി. കാരണം നമ്മള് അവിടെയാണെങ്കിൽ അരൂരൊക്കെയാണുണ്ടല്ലോ, അല്ല അരൂരാണെങ്കിൽ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചാലും ആംബുലൻസോ അല്ലെങ്കിൽ ഏത് വണ്ടിക്കാരായിക്കോട്ടെ സെക്കൻഡിൽ വന്ന് നമ്മളെ എവിടെയാണ് എത്തിക്കേണ്ടത് അവിടെ എത്തിക്കും. അവിടെ അരൂരെല്ലാം നാട്ടും പ്രദേശത്തോട്ടൊക്കെ തന്നെ അങ്ങനെ. അല്ല അരൂരൊക്കെ ആണെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഈ സമയത്ത് വണ്ടി ഉണ്ടാവും ഏതെങ്കിലും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ഇങ്ങനെ ഈ മലയോര മേഖല, അതായത് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അടിമാലി കോതമംഗലം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു, അതായത് പൂപ്പാറ അങ്ങനെയുള്ള സ്ഥലം ഇങ്ങോട്ട്, നെടുങ്കണ്ടം ഇങ്ങോട്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അതായത് ഒരു സജ്ജീകരണങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല, വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ 10% ഉണ്ട്, പക്ഷെ അതും പകുതിയും ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു പോരായ്മ. അത് നമ്മളീ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ആശുപത്രി എല്ലാ ഫെസിലിറ്റിയോടും കൂടി ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ ഈ ഒരു ജില്ലക്കാർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. ഇവിടെ ഉണ്ട് പൈനാവ് അല്ലെങ്കിൽ കോതമംഗലം അങ്ങോട്ടൊക്കെ പോകണം. സത്യം പറഞ്ഞ ഒരു അറ്റാക്ക് വരുന്ന ഒരാളെ പെട്ടെന്ന് ആശുപത്രിക്ക് എത്തിക്കണമെങ്കിൽ ഇച്ചിരി താഴത്തേക്ക് കൊണ്ടുപോക്കണം പറഞ്ഞു നമ്മൾ ചെല്ലണമെങ്കിൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റ് എടുക്കുകയല്ല ഒന്നാമത്തെ കാര്യം. എടുക്കുകയല്ല, നിങ്ങൾ താഴത്തോട്ട് കൊണ്ടുപോയിക്കും. പക്ഷെ അവിടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഈ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സജ്ജീകരണം ഉണ്ടെങ്കിൽ ആ ആളുടെ ജീവൻ രക്ഷപ്പെടും. ഇത് നേരെ നമ്മൾ താഴത്തോട്ട് പോയി അവിടെ ചെന്ന് വെന്റിലേഷൻ സൗകര്യങ്ങൾ കൊടുത്ത് ഇപ്പോൾ നമ്മുടെ മോർണിംഗ് സ്റ്റാറിലുണ്ട് സൗകര്യങ്ങളുണ്ട്. അപ്പൊ സാധാരണക്കാർക്ക് ഈ പറഞ്ഞ ഈ ഹോസ്പിറ്റലൊന്നും കയറാനുള്ളൊരു സാഹചര്യം ഇവിടെ സാധാരണക്കാർ ഇപ്പൊ കുറവാണ്, കുറച്ച് പേരൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നല്ല മെച്ചപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ നമുക്ക് പൈസ ഉണ്ടായിട്ടും നമുക്ക് അതിനുള്ള ചികിത്സ ലഭിക്കാതെ സമയത്ത് ചികിത്സ ലഭിക്കുന്നില്ല എങ്കിൽ അത് ഏറ്റവും വലിയൊരു കുറവാണ്. അതിൽ ശരിക്കും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു ജില്ലയെ സംബന്ധിച്ച് എനിക്ക് ഈ മാത്രമല്ലടി, എനിക്ക് ഇതിന് മുന്നേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതുപോലെ തന്നെ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ട്. അമ്മച്ചി തന്നെ ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഇതുപോലെ വണ്ടി വിളിച്ച് എനിക്കിങ്ങനെ വയ്യണ്ട, പക്ഷെ വണ്ടി വിളിച്ചിട്ട് ഒരാളും എടുത്തുമില്ല. നമുക്ക് അന്നത്തെ ദിവസം ആശുപത്രി. പക്ഷെ നമ്മളിന്ന് ദൈവമേ ഒന്നും വരത്തില്ലെന്ന് പ്രാർത്ഥിച്ച് രാവിലെ 6 മണിയായപ്പോഴാണോ വണ്ടിക്ക് നമ്മൾ പോകുന്ന ആശുപത്രിയിൽ. കാരണം ആ ഇരുന്ന് നമ്മളെപ്പോലെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും സാധാരണക്കാരുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല, വിളിച്ചാലും വരത്തില്ല. അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവിടെ നിൽക്കണം ഒരു താല്പര്യമില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ അത്രയും നല്ലത്. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വണ്ടി വേണം. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അവയ്ക്ക് എത്ര വയസ്സുണ്ടാവും വാവേ? ഒരു 4 വയസ്സുണ്ട്, 4-3 വയസ്സുള്ളൂ. 4 വയസ്സായപ്പോ അമ്മയ്ക്കൊരു അസുഖം വന്നു. അതൊരു വീഡിയോ ആയിട്ട് പറയാൻ കേട്ടോ. ആ ഒരു അനുഭവം ഒരു വീഡിയോ ആയിട്ട് അടുത്ത ഇതിനകത്ത് പറയാൻ കേട്ടോ. ഒരു അനുഭവം പറയാം. അതൊരു ചെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രായത്തിലുണ്ടായിരുന്ന എന്താ പറയാ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം പറയാം കേട്ടോ. ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാം. ഇതിപ്പോ പറഞ്ഞു അധികമായി പോകും. അതല്ല അമ്മച്ചി തന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുന്ന അമ്മച്ചി അവിടെ ഒരു പണിയാണ് കേട്ടോ. അപ്പൊ പണി എന്താന്ന് വാവ കൊണ്ടുപോയി കാണിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാരണങ്ങള്. അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇതേ ഇവിടെ ഇരുന്ന് ഉറക്കമാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നു. അമ്മ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നോണ്ട് ഇപ്പൊ ഞങ്ങളിങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കുന്നോണ്ട് അമ്മച്ചി പറയും വെച്ച ചോറ് നിങ്ങൾ അമ്മ ചേടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊച്ചിനെ എടുത്തു വെച്ചോണ്ടിരുന്ന വെച്ച ചോറ് തീറ്റിക്കത്തില്ല. പക്ഷെ അവനെ പറയുന്നില്ല, ഞങ്ങക്ക് അവളാകുന്നത് നിലത്ത് വെക്കാൻ തോന്നത്തില്ല. അത് വേറെ കാര്യം. ഞങ്ങള് രണ്ടുപേരും ഉണ്ടല്ലോ.
ആള് പക്ഷെ നല്ല ഉറക്കമാണെങ്കിൽ മാത്രമാണ് കിടക്കത്തുള്ളൂ. ഈ ഉറക്കം പിടിച്ചു വരുന്നതിനൊക്കെ ഞരങ്ങലും മൂളലും ഒക്കെ ഉള്ള സമയത്ത് ആള് കിടക്കത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് വെച്ച് ആ ചൂടോടെ ഇറങ്ങണം. ശരിയും പറഞ്ഞ് ഇവിടുത്തെ ക്ലൈമറ്റ് ആകുമ്പോൾ രാത്രി സമയത്ത് നമുക്കിപ്പോൾ കൊച്ചിനെ കിടത്തിയാലും കയ്യിലെടുത്ത് ഇരുന്ന് ഉറങ്ങുന്നതായിരിക്കും ഇപ്പം നല്ലത് കേട്ടോ. അതുകൊണ്ടാണേ അതൊക്കെയാണ്. നമ്മുടെ ആദിക്കുട്ടൻ്റെ കാര്യം പറയാം. ആദിക്കുട്ടൻ പരീക്ഷയൊക്കെ എഴുതി നാളെ എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ് നാളെ 23-ാം തീയതി കമ്പ്യൂട്ടറാണ്. ഇനി അതിനുള്ള കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് അതായത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഒരു പേരെടുക്കുക, സേവ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ നേരത്തെ പഠിപ്പിച്ച, അതായത് തിയറി ഇല്ലെന്ന് തോന്നുന്നില്ല അവർക്ക്. തിയറി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തിയറി ആയിരുന്നു. ജസ്റ്റ് കമ്പ്യൂട്ടർ എന്താണെന്നും അതിൻ്റെ യൂസ് എന്താണെന്നും പാർട്സ് എന്താണെന്നും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പ്ലേസ് എവിടെയൊക്കെ ഉപയോഗിക്കാം നമുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ക്വസ്റ്റ്യനായിട്ട്. അപ്പോൾ അത് തന്നെ പുള്ളിക്ക് അറിയാം, അതാണെന്നുള്ള കാര്യം അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പുഷ് ചെയ്തിപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇരുന്ന് കുറച്ച് നേരം നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ചെങ്കിൽ അങ്ങനെയൊക്കെ നേരത്തെ കുറച്ച് നേരം ഇരിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞൊക്കെയാണ് ഇരുത്തി പഠിപ്പിക്കുന്നത്. ഇപ്പം അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക്, കഴിഞ്ഞ വർഷം എനിക്ക് BP ഒക്കെ കുറച്ചുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ ഇരുന്ന് പഠിപ്പിക്കാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. ഇനി 5ാം ക്ലാസ്സിലോട്ട് കയറുമ്പോൾ അവനെ നന്നായിട്ട് ശ്രദ്ധിക്കണം, പഠിപ്പിക്കണം എന്നൊക്കെയാണ്. ആദ്യമാണ് കേട്ടോ, ഞാൻ ഇന്നാളും കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. കാരണം അവന് ഒറ്റയ്ക്ക് ഈ 10 വർഷമാണെങ്കിലും ഒറ്റയ്ക്ക് വളർന്നുകൊണ്ട് പെട്ടെന്ന് ഒരാളും കൂടെ വരുമ്പോൾ അവന്റെ അറ്റൻഷൻ പോകുന്നുള്ളൊരു ചിന്ത എന്തായാലും അവന്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ കുഞ്ഞാവയ്ക്ക് ഒന്നെന്തെങ്കിലും മേടിച്ചാൽ അവന് ഞങ്ങൾ 2 മേടിക്കും. അപ്പൊ അവനെ അത്രയധികം ഞങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ വേണം. അതാണ് ഇപ്പൊ ആരോട് ചോദിച്ചാലും നമ്മളോട് അതാ പറഞ്ഞു തരുള്ളൂ, കൊച്ചിന് ആദ്യം നമ്മൾ കെയർ ചെയ്യേണ്ടത് നമ്മുടെ മൂത്ത കുട്ടികളെ തന്നെയാണ്. അല്ലാതെ ഇളയ പിള്ളേരെ കെയർ ചെയ്യരുതെന്നല്ല. കാരണം കൊച്ചിനെ അറിയാറുള്ള പ്രായമായിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോ അവർ രണ്ടുപേരും സിങ്കാവും. അവര് പിന്നെ എന്നോട് ചോദിക്കും, ഇപ്പൊ 5 വയസ്സായ ലിതിയമ്മ എന്ത് ഫുഡ് കൊടുക്കും കൊച്ചിന്? അപ്പൊ ഇങ്ങോട്ട് പറയും, ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ പറയട്ടെ, എന്നോട് പറഞ്ഞ ക്യാരറ്റ് ജ്യൂസ് അടിച്ചു കൊടുക്കാം, പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയത് കൊടുക്കാം, മുട്ട പുഴുങ്ങിയത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറയണ അത് കഴിയുമ്പോ ചോദിക്കും, ചിക്കൻ മേടിച്ച ലിതിയമ്മ കൊച്ചിന് എത്ര കഷ്ണം കൊടുക്കും, എനിക്ക് എത്ര കഷ്ണം? ഞാൻ പറഞ്ഞു, ആദ്യമല്ലേ വലിയ ആള്, 10 വയസ്സിന് ഡിഫറൻസ് പറഞ്ഞാൽ വലിയത് ആദ്യമാണ്. ഒരു 3 കഷ്ണം ആദിക്ക് തരും, ഒരു കാലും ഒക്കെ ഉള്ളത് ആദിക്ക് തരും. അതിന്റെ അപ്പൊ കൊച്ചിനൊരു ചെറിയ കഷ്ണം മതിയല്ലോ എന്ന് പറയുമ്പോ തന്നെ ഒരു സമാധാനം. അങ്ങനെയായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ കൊച്ചു ചെറുതായി വലുതായി വരുന്നേലുള്ളൂ. അപ്പൊ കൊച്ചിന് ചെറുത് മതി. പക്ഷെ ഇനി കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്ക് ഉള്ളത് കൊണ്ട് അവൻ മാറും. അപ്പൊ പിന്നെ നമ്മളോട് ആ ചോദ്യങ്ങൾ നിൽക്കും. പക്ഷെ ഇപ്പൊ നേരെ മറിച്ച് അവൻ നല്ല രീതിയിൽ നോക്കും. ഇപ്പൊ ഈ ഒരു ടൈം ആയതുകൊണ്ട് അവന് കാര്യങ്ങളെ കുറിച്ച് അറിയാൻ, അവനോട് ആരും ഇഷ്ടം പോവോ അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. അതുകൊണ്ടാണ്. അത് തന്നെ. പിന്നെ നല്ല കെയറിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും കൈയൊക്കെ പിടിച്ചോണ്ട് പോകും. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുള്ളി പുറകിൽ കൂടെയാണ് കയറിയിട്ട് ഇറങ്ങിയെങ്കിൽ ഓടി വന്ന് എൻ്റെ കൂടെ കയ്യിലൊക്കെ പിടിച്ചോണ്ട് പോകും. ശരിക്കും അതൊക്കെ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ ആദ്യയുടെ ഭാഗത്തുനിന്ന്. നമുക്ക് നല്ലൊരു ഓർമ്മകളാണ് അതൊക്കെ. അതെ. പിന്നെന്താ, രണ്ടുപേരും അടിപൊളിയായിട്ട് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരണം. അതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി എന്നാ അമ്മച്ചിനെ ഒന്ന് കൊണ്ട് കാണിക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ അമ്മയ്ക്കൊരു വയ്യാഴിക വന്നതിന്റെ ഒരു വീഡിയോ ആയിട്ട് അമ്മച്ചോടെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനൊരു കാര്യമായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്നു, 3.5 വയസ്സേ ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ എന്താണ് എലിക്കുട്ടിയമ്മ അവിടെ പണിയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്താണ് പരിപാടികൾ? പിടി വെക്കുകയാണ് കേട്ടോ. ഇതാണ് പിടി വെക്കാനുള്ള നല്ല ഉണക്കലരിയും കൊണ്ട് ഉണ്ടാക്കിയ പിടിയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പം പിടി വെക്കുന്നൊന്നും കാണിക്കുന്ന ഞാൻ കുറേ പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ, കൊല്ലത്ത് അമ്മയുടെ വീഡിയോയിലൊക്കെ പിടി വെക്കുന്നൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത് കൊണ്ട് പിടി വെക്കുന്നൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത് കാണിക്കാം കേട്ടോ. അപ്പം നല്ലതുപോലെ ഇങ്ങനെ ശരിയാക്കി ഇങ്ങനെ ഉരുട്ടി ഒറ്റ ഉരുളയാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കുഞ്ഞു ഉരുളകളാക്കും കേട്ടോ. അപ്പോൾ പിടി ശരിക്കും ടേസ്റ്റാണ് ഭയങ്കര. നന്നായിട്ട് പിടിച്ചെടുത്തിട്ട് വേണം പിടി കഴിക്കാനായിട്ട്. അതിനെയാണ് പിടി എന്ന് പറയുന്നത് അല്ലേ? ഒത്തിരി പണിയുണ്ട് ഇതിന്. ഇത് ഇങ്ങനെ കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാനും ലിജിമോളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് വായിലേക്ക് പോകുമായിരുന്നു കേട്ടോ, അല്ലേ അമ്മ? അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്കിത് വേഗം ഉരുട്ടിയെടുക്കാം. ഇതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കേട്ടോ. ബേബി കിടന്നുറങ്ങുന്നു. അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? എന്നെ കാണിക്കാൻ മതി, അങ്ങോട്ട് കാണിച്ചാൽ. ഞാൻ ഉരുട്ടുന്നൊന്നുമില്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുവാണ്.
ഉണ്ടാക്കുമ്പോ കഴിക്കാലോ. അതിൽ ഇതിമൂക്ക് പിടിയെന്ന് വെച്ചാൽ ഭയങ്കര അതെ, വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാ. ഗ്യാസിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇച്ചിരി കഴിക്കാം. അതെ, പിടി കഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അമ്മയും ഭാവയും കൂടെ ഉരുട്ടുക, ഉണ്ടാക്കുക, കറി വേഗം വെക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ വേഗം കഴിക്കാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, പിന്നെന്താ, പിന്നൊന്നുമില്ല, ബാക്കിയെല്ലാം വിശദമായിട്ട് പിന്നീട് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഏലിക്കുട്ടിയമ്മ പിടി വെച്ച് കഴിക്കാട്ടോ. ചിക്കനും ഉണ്ടായിരുന്നു, ചിക്കൻ കഴിക്കാൻ എന്ത് ചിക്കൻ വേണ്ട, നേരത്തെ തൊട്ടേ ഇഷ്ടം. നല്ല രസം. എനിക്കും ഇഷ്ടം വെറുതെ നല്ല ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കിയത്. ഇത് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ ഉണ്ടാക്കിയ സാധനമാണ്. ഇന്നൊരു രാത്രി ഞങ്ങൾ ഫുഡ് കഴിച്ച്, പിന്നെ ഓർത്ത് വീഡിയോ എടുത്തില്ലല്ലോ. അതുപോലെ ഞാൻ രാവിലെ എടുക്കാന്ന് വെച്ചു. രാവിലെ ഞാൻ കഴിച്ചു, അന്നേരവും എടുത്തില്ല. അപ്പം അമ്മ ഇതേ എടുത്തോണ്ട് വന്നപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ഓർമ്മ വന്നത് കേട്ടോ. അപ്പം അതാണ് കാര്യങ്ങൾ. നല്ല അടിപൊളി പിടിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ആയിരുന്നു. പിന്നെ ബേബിക്കുട്ടി ഇറങ്ങുവാണ്, ലിതിമോൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാനേ വീഡിയോ ഒക്കെ എടുത്ത് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അൻസി ചേച്ചി അയച്ച അടുത്ത പാഴ്സൽ 2 കൂടെ വന്നത്. അപ്പം അതും എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അയച്ചോ, കഴിക്കാൻ പോവുകയാണ്. പോലത്തെ ആഹാ അല്ലേ? ഓക്കെ, ടർക്കിയാണോ കണ്ടിട്ട്? അതാ ഞാൻ പറഞ്ഞ സെറ്റർ പോലത്തെ. അത് എവിടെയും വെച്ച് തുറക്കണില്ലേ? ടർക്കി ഇതാണ് ഏറ്റവും സൂപ്പർ. എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഒന്നുമില്ല, വൈകുന്നേരം പോയിച്ച് കിടക്കാം. അമ്പോ എന്റെ അമ്മ, എവിടെയും പോകുമ്പോ മാത്രം എടുത്താൽ മതി. പിന്നെ പോകുമ്പോ എടുക്കുന്നത് എങ്ങനെയാ? നമുക്ക് രാത്രി കൊച്ചിന് തണുപ്പുള്ളപ്പോഴല്ലേ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ? 2 ഉണ്ടല്ലോ. അപ്പൊ ഇത് കയ്യോടെ അങ്ങ് കഴുകിയിടുവാണെങ്കിൽ നമുക്ക് രാത്രി എടുക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ തുണി. അതെവിടെയും നമുക്ക് കൊണ്ടുപോവാം. ഈടാ, താങ്ക് യു ചേച്ചി, ഒരുപാട് തന്നിയുണ്ട്. ഒരുപാട് ഒരുപാട് ഒരുപാട്. അത് നിന്നും കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹം അതിലൂടെ തരുന്നു. അതെ, നമുക്ക് കൊറേ സാധനങ്ങൾ മേടിക്കേണ്ടി വന്നില്ല കേട്ടോ ചേച്ചി അയച്ചു തന്നതുകൊണ്ട്. നോക്കി, അല്ല സോക്സാന്ന് തോന്നുന്നു. എത്തിയാകുമ്പോ സോക്സ് അല്ല, അതും ഇതാണ് തോന്നുന്നു. ടർക്കി പോലെ. അത് എവിടെയെങ്കിലും പിടിച്ച അവിടെ. കർച്ചീഫ്. അമ്പോ, തുടക്കാനുള്ളത് അമ്പണേ. കള്ളം കുഞ്ഞൻ്റെ ഇതിൻ്റെ അതെന്ന് പറഞ്ഞാൽ എടുക്കും ഈ കളറ്. പക്ഷെ അത് 2 ഉള്ളൂ. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി. അപ്പോൾ ഇതെല്ലാം കൈയോടെ തന്നെ ഞങ്ങൾ അലക്കി വൃത്തിയാക്കി എടുത്ത്. അതെ, കഴിഞ്ഞ ദിവസം ചേച്ചി തന്നെയല്ല നമ്മൾ എടുത്ത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഫുൾ വീഡിയോയിലെ ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു ചേച്ചി. അപ്പോൾ ഇന്നത്തെ വിശേഷം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. എല്ലാവരും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.